90+ മൈ ട്യൂഷൻ ആപ്പ് ഇന്ത്യയിൽ ഏറ്റവും ചിലവ് കുറഞ്ഞതും ക്വാളിറ്റി ഉള്ളതുമായ എഡ്യൂക്കേഷണൽ ആപ്പ്. നമസ്കാരം. ഹഡൻ ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ ആദ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നെ ഉമ്മൻചാണ്ടി നയിക്കും. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സമിതി ചെയർമാനാകും. നിർണായക തീരുമാനം കേരള നേതാക്കൾ ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചയിൽ. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. DCC പുനഃസംഘടനാ പട്ടികയിൽ ഹൈക്കമാൻഡിന് അതൃപ്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി കൂടുതൽ സമയം കേരളത്തിൽ ചെലവിടും. കിഫ്ബിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CAG റിപ്പോർട്ട്. മസാല ബോണ്ടും കിഫ്ബി വഴിയുള്ള ധനസമാഹരണവും ഭരണഘടനാ വിരുദ്ധം. വിവാദ റിപ്പോർട്ട് നിയമസഭയിൽ. CAG നടപടിക്രമം ലംഘിച്ചുവെന്ന് ധനമന്ത്രി. റിപ്പോർട്ടിനൊപ്പം ധനമന്ത്രിയുടെ പ്രസ്താവന ഉൾപ്പെടുത്തിയത് ചോദ്യം ചെയ്ത് പ്രതിപക്ഷം. ഗവർണറുടെ അനുമതിയുണ്ടെന്ന് സ്പീക്കർ. ബാർ കേസിൽ വ്യാജ CD ഹാജരാക്കിയെന്ന ഹർജിയിൽ ബിജു രമേശിനെതിരെ തുടർ നടപടിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. പരാതി പരിഗണിക്കാൻ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയെ ചുമതലപ്പെടുത്തി. രഹസ്യമൊഴി നൽകിയപ്പോൾ ബിജു രമേശ് എഡിറ്റ് ചെയ്ത ശബ്ദരേഖ ഹാജരാക്കിയെന്നാണ് ആരോപണം. ഹർജിക്ക് പിന്നിൽ രമേശ് ചെന്നിത്തലയെന്ന് ബിജു രമേശ് 24നോട്. റിപ്പബ്ലിക് ദിനത്തിലെ കർഷകരുടെ ട്രാക്ടർ റാലി ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുമെന്ന് സുപ്രീം കോടതി. ഡൽഹി പോലീസിന് ഉചിതമായ നടപടിയെടുക്കാം. പരാമർശം ട്രാക്ടർ റാലി തടയണമെന്ന പോലീസിന്റെ ഹർജിയിൽ. അതിസങ്കീർണമായ സാഹചര്യമെന്ന് കേന്ദ്ര സർക്കാർ. 5000-ഓളം പേർ ഡൽഹിയിലേക്ക് കടക്കാൻ പദ്ധതിയിട്ടെന്ന് അറ്റോർണി ജനറൽ. മോട്ടോർ വാഹന വകുപ്പിന്റെ ഓപ്പറേഷൻ സ്ക്രീനിൽ പതിയാതെ മന്ത്രിമാരും MLA-മാരും ഉന്നത ഉദ്യോഗസ്ഥരും. കർട്ടനുകൾ നീക്കം ചെയ്യാത്ത കാറുകളിൽ മന്ത്രിമാർ നിയമസഭയിൽ. നിയമലംഘനം നടത്തുന്നവരിൽ പോലീസ് ഉന്നതരും. ദൃശ്യങ്ങൾ 24-ന്. വിവാദ പ്രസ്താവനകൾക്ക് പിന്നാലെ KSRTC CMD ബിജു പ്രഭാകറിനെ മുഖ്യമന്ത്രി വിളിപ്പിച്ചു. കൂടിക്കാഴ്ച നടന്നത് ഇന്നലെ വൈകിട്ട് ക്ലിഫ് ഹൌസിൽ. CMD-യും തൊഴിലാളി യൂണിയനുകളുമായി ചർച്ച തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. CITU, INTUC, BMS പ്രതിനിധികൾ പങ്കെടുക്കുന്നു. മലപ്പുറത്ത് പോക്സോ കേസ് ഇരയ്ക്ക് നേരെ വീണ്ടും അതിക്രമം. 3ാം തവണയും പെൺകുട്ടി ലൈംഗിക അതിക്രമത്തിനിരയായി. ഷെൽട്ടർ ഹോമിൽ നിന്നും ബന്ധുക്കൾക്ക് കൈമാറിയ 17-കാരിക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഗുരുതര വീഴ്ച. പെൺകുട്ടി പീഡനത്തിന് ഇരയായത് 13ാം വയസ്സ് മുതൽ. കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയെന്ന് പെരിന്തൽമണ്ണ DYSP. ഉദുമയിലെ കള്ളവോട്ടാരോപണം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയില്ല. പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. MLA-യെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി. ഉദ്യോഗസ്ഥർ തന്നെ അപമാനിച്ചെന്ന് K. കുഞ്ഞിരാമൻ MLA. വെബ് ക്യാമറ പോലും അട്ടിമറിക്കപ്പെട്ടെന്ന് KC ജോസഫ്. MLA-യുടെ ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച്. മാർപ്പാപ്പയെ കേരളത്തിലേക്ക് ക്ഷണിക്കണമെന്ന് കത്തോലിക്കാ സഭ. പ്രധാനമന്ത്രിയുമായി നാളെ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ആവശ്യമുന്നയിക്കും. ജസ്യൂട്ട് വൈദികൻ സ്റ്റാൻ സ്വാമിയുടെ മോചനം ആവശ്യപ്പെട്ട് നിവേദനം നൽകും. ചർച്ചയിൽ പങ്കെടുക്കുന്നത് 3 കർദിനാൾമാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ കേന്ദ്രീകരിക്കാൻ BJP നേതാക്കൾ. കുമ്മനം രാജശേഖരൻ നേമത്തും, PK കൃഷ്ണദാസ് കാട്ടാക്കടയിലും, V. മുരളീധരൻ കഴക്കൂട്ടത്തും, VV രാജേഷ് വട്ടിയൂർക്കാവിലും മത്സരിച്ചേക്കും. K. സുരേന്ദ്രൻ വൽക്കരയിൽ സ്ഥാനാർത്ഥിയാകാൻ സാധ്യത. തിരുവനന്തപുരം സെൻട്രലിൽ സുരേഷ് ഗോപിയുടെ പേര് പരിഗണനയിൽ. കൊച്ചി തൈക്കൂടത്ത് 3ാം ക്ലാസ്സുകാരനോട് ക്രൂരത. സഹോദരി ഭർത്താവ് കാലിൽ ചട്ടുകവും തേപ്പുപെട്ടിയും വെച്ച് പൊള്ളിച്ചു. കടയിൽ പോയി വരാൻ വൈകിയതിനാണ് പീഡനം. പ്രതി പ്രിൻസ് അറസ്റ്റിൽ. പത്തനാപുരത്ത് കോൺഗ്രസ് KB ഗണേഷ് കുമാർ MLA പോര് തുടരുന്നു. യൂത്ത് കോൺഗ്രസ് കല്ലെറിഞ്ഞത് തന്നെ ലക്ഷ്യം വെച്ചെന്ന് KB ഗണേഷ് കുമാർ. കോൺഗ്രസ് നേതാക്കൾ ഇടപെടണമെന്നും ആവശ്യം. MLA-യുടെ വീട്ടിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിലെ പോലീസ് നടപടിക്കെതിരെ പത്തനാപുരം പഞ്ചായത്തിൽ കോൺഗ്രസ് ഹർത്താൽ. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂട്ടി. പെട്രോളിന് 25 പൈസയും ഡീസലിന് 26 പൈസയും വർദ്ധിപ്പിച്ചു. ഒരു മാസത്തിനിടെ ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത് ഇത് 4ാം തവണ. സ്വർണ്ണക്കടത്ത് കേസിൽ റബിൻസ് K. ഹമീദിനെ ഈ മാസം 28 വരെ കസ്റ്റംസ് കസ്റ്റഡിയിൽ വിട്ടു. ഉത്തരവ് എറണാകുളം സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയുടേത്. പ്രതികളായ സ്വപ്ന സുരേഷിനെയും സരിത്തിനെയും ജയിലിൽ ചോദ്യം ചെയ്യാനും കസ്റ്റംസിന് അനുമതി. സംസ്ഥാനത്ത് 3 MLA-മാർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. M. മുകേഷ്, K. ആൻസലൻ, ES ബിജിമോൾ എന്നിവർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. MLA-മാർ വീടുകളിൽ ചികിത്സയിൽ. തിരുവനന്തപുരത്ത് വാഹന പരിശോധനയ്ക്കിടെ പോലീസിനെ ആക്രമിച്ച സൈനികൻ അറസ്റ്റിൽ. പൂന്തുറ സ്വദേശി കെൽവിനാണ് അറസ്റ്റിലായത്. ആക്രമണം പോലീസുകാരിയോട് അപമര്യാദയായി ആംഗ്യം കാണിച്ചതിന് കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുമ്പോൾ SI-മാരായ അനൂപ് ചന്ദ്രൻ, വിഷ്ണു എന്നിവരെയാണ് ആക്രമിച്ചത്. ഈ ബാലാനന്ദൻ ഫൗണ്ടേഷൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മാധ്യമ പുരസ്കാരത്തിന് 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ അർഹനായി. ബാലാനന്ദൻ പുരസ്കാരം മുതിർന്ന CPIM നേതാവ് പാലുളി മുഹമ്മദ് കുട്ടിക്കാണ്. പുരസ്കാര വിതരണം ഏപ്രിൽ 14-ന്
കൊല്ലത്ത് ചേരുന്ന ദാവീദ് ഫ്രാൻസിസ് അനുസ്മരണ ചടങ്ങിൽ CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ദേശീയ വാർത്തകൾ. കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ച് കപിൽ സിബൽ. പാർട്ടി ഭരണഘടനയ്ക്ക് വിധേയമായി തെരഞ്ഞെടുപ്പ് വേണമെന്ന ആവശ്യം. സംഘടനാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പാർട്ടി അധ്യക്ഷൻ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ല. പാർട്ടിയിലെ സ്ഥിതി നിരാശാജനകമെന്നും അനിശ്ചിതത്വം തുടരുകയാണെന്നും കപിൽ സിബലിന്റെ വിമർശനം. മറ്റു രാജ്യങ്ങളിലേക്ക് കോവിഡ് വാക്സിൻ കയറ്റുമതി ചെയ്യാനൊരുങ്ങി ഇന്ത്യ. നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങൾക്ക് വാക്സിൻ നൽകും. ആഭ്യന്തര ആവശ്യങ്ങൾക്ക് ശേഷമായിരിക്കും വാക്സിൻ കയറ്റുമതി ചെയ്യുകയെന്നും സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ CEO അദാർ പൂനെവാലെ. രാജ്യത്ത് 13,788 പുതിയ കോവിഡ് കേസുകൾ. 24 മണിക്കൂറിൽ റിപ്പോർട്ട് ചെയ്തത് 145 കോവിഡ് മരണം. രാജ്യത്ത് 14,457 പേർ കോവിഡ് മുക്തി നേടി. പ്രതിദിന വർധനയുടെ 58% കേരളത്തിലും മഹാരാഷ്ട്രയിലും. ദേശീയ റിക്കവറി നിരക്ക് 96.58%. റോഡുകളുടെ നിർമ്മാണത്തിലെ പിഴവ് അപകടങ്ങൾക്ക് വഴിവെച്ചാൽ വൻ തുക പിഴ ഈടാക്കാനൊരുങ്ങി നാഷണൽ ഹൈവേ അതോറിറ്റി. നിർമ്മാണ കമ്പനികളിൽ നിന്ന് 10 കോടി വരെ പിഴ ഈടാക്കുമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി. ഉത്തർപ്രദേശിൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ച ആശുപത്രി ജീവനക്കാരൻ മരിച്ചു. വാക്സിൻ സ്വീകരിച്ച ശേഷം ശ്വാസതടസ്സവും നെഞ്ചുവേദനയും അനുഭവപ്പെട്ടതായി കുടുംബാംഗങ്ങൾ. മരണകാരണം ഹൃദയാഘാതമെന്ന് ആശുപത്രി അധികൃതർ. കാർഷിക നിയമങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ കോവിഡ് വാക്സിൻ സ്വീകരിക്കില്ലെന്ന് കർഷകർ. വാക്സിൻ കുത്തിവെക്കുന്നതിനായി ആരും നാട്ടിലേക്ക് മടങ്ങില്ല. സമരവേദിയിൽ തുടരുമെന്നും കർഷകർ. സഞ്ചാരികൾക്ക് ബൈക്ക് വാടകയ്ക്ക് നൽകാനുള്ള പദ്ധതിയുമായി ഡൽഹി സർക്കാർ. റെന്റ് എ ബൈക്ക് പദ്ധതിയുടെ കരട് രൂപരേഖ അടുത്തയാഴ്ച പുറത്തിറക്കും. മുംബൈയിൽ നവജാത ശിശുക്കളെ വിൽക്കുന്ന സംഘം അറസ്റ്റിൽ. പിടിയിലായത് 7 സ്ത്രീകൾ അടങ്ങുന്ന 9 അംഗ സംഘം. 60,000 മുതൽ 3 ലക്ഷം രൂപയ്ക്ക് വരെ സംഘം ശിശുക്കളെ വിറ്റിരുന്നതായി പോലീസ്. കേസുമായി ബന്ധപ്പെട്ട് ഒരു ഡോക്ടർ അറസ്റ്റിലായെന്ന് ക്രൈംബ്രാഞ്ച്. പ്രതികളെ ഈ മാസം 21 വരെ കസ്റ്റഡിയിൽ വിട്ടു. മുൻ ക്രിക്കറ്റ് താരം BS ചന്ദ്രശേഖരനെ ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ക്ഷീണവും തളർച്ചയും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. ചന്ദ്രശേഖർ 2 ദിവസം ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞു. ബീഹാറിലെ ബോധ്ഗയയിൽ ലോകസമാധാനത്തിനായി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി ബുദ്ധ സന്യാസിമാർ. കോവിഡ് നിയന്ത്രണമുള്ളതിനാൽ 100 പേർ മാത്രം പൂജയിൽ പങ്കെടുത്തു. വർഷം തോറും ബോധി വൃക്ഷ ചുവട്ടിൽ നടക്കുന്ന പൂജയിലും ആഘോഷത്തിലും 10,000-ങ്ങളാണ് പങ്കെടുക്കാറുള്ളത്. ഡൽഹിയിൽ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് 2 ചൈനീസ് പൗരന്മാർ അറസ്റ്റിൽ. പ്രതികൾക്ക് 1000 കോടിയുടെ ഹവാല ഇടപാടിൽ പങ്കുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കടലാസ് കമ്പനികളുടെ പേരിൽ ഹവാല ഇടപാടുകൾ നടത്തിവന്ന ലുവോ സാങ്, കാറ്റർലി എന്നീ ചൈനീസ് പൗരന്മാരാണ് അറസ്റ്റിലായത്. ഉത്തർപ്രദേശിലെ ചർബാഗ് സ്റ്റേഷന് സമീപം ട്രെയിൻ പാളം തെറ്റി. അമൃത്സർ ജയനഗർ എക്സ്പ്രസിന്റെ 2 കോച്ചുകളാണ് പാളം തെറ്റിയത്. യാത്രക്കാർ സുരക്ഷിതരാണെന്ന് റെയിൽവേ. ഉത്തർപ്രദേശിൽ രാജധാനി എക്സ്പ്രസ് ട്രെയിൻ തട്ടി 8 പശുക്കൾ ചത്തു. 6 പശുക്കൾക്ക് പരുക്ക്. അപകടം ഡൽഹി ഹൗറ പാതയിൽ ജസ്വന്ത് നഗറിൽ. ഡൽഹിയിലെ സ്കൂളുകൾ തുറന്നു. 10-12 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കാണ് ക്ലാസുകൾ ആരംഭിച്ചത്. മാസ്ക്, സാനിറ്റൈസർ തുടങ്ങിയ കോവിഡ് പ്രതിരോധ മാർഗങ്ങളോടെയാണ് സ്കൂളുകൾ തുറന്നത്. UP സന്ദർശനത്തിനൊരുങ്ങി BJP അധ്യക്ഷൻ JP നദ്ദ. ഈ മാസം 21-ന് ലക്നൌവിലെത്തും. 21-22 തീയതികളിലായി സംസ്ഥാനത്തെ നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ നടത്തും. കാറിൽ പിൻസീറ്റിൽ യാത്ര ചെയ്യുന്നവർ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിൽ കർശന നടപടിയെന്ന് ഡൽഹി പോലീസ്. റിയർ വ്യൂ മിറർ ഇല്ലാത്ത ബൈക്കുകൾക്കും പിഴ ചുമത്തും. 1000 രൂപ പിഴയെന്ന് പോലീസ്. രാജസ്ഥാനിലെ ജയ്പൂരിൽ ബസിന് തീപിടിച്ച് 6 പേർ മരിച്ചു. ബസ് വൈദ്യുതി ലൈനിൽ തട്ടിയതാണ് അപകടത്തിന് കാരണം. നഗോഡാജി ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങിയ തീർത്ഥാടകരാണ് മരിച്ചത്. അന്താരാഷ്ട്ര വാർത്തകൾ. ബ്രിട്ടനിൽ ഓരോ 30 സെക്കൻഡിലും ഒരു കോവിഡ് ബാധിതന് വീതം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതായി നാഷണൽ ഹെൽത്ത് സർവീസ്. അതിതീവ്ര വൈറസിന്റെ വ്യാപനം കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. രോഗം ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആരോഗ്യ പ്രവർത്തകരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുവെന്നും NHS ചീഫ് എക്സിക്യൂട്ടീവ് സൈമൺ സ്റ്റീവൻസ്. രാജ്യാതിർത്തികൾ ഈ വർഷം പൂർണ്ണമായും തുറക്കാനാകില്ലെന്ന് ഓസ്ട്രേലിയ. രാജ്യത്തെ ഭൂരിഭാഗം ആളുകൾക്കും ഈ വർഷം വാക്സിൻ നൽകുമെന്ന് ഓസ്ട്രേലിയൻ ആരോഗ്യ മന്ത്രാലയം. ചൈനയുടെ സാമ്പത്തിക വളർച്ച കുറഞ്ഞതായി റിപ്പോർട്ട്. GDP 2.3% കുറഞ്ഞത്. 45 വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്കാണിത്. കോവിഡ് പ്രതിസന്ധിയെ തുടർന്നാണ് വളർച്ചാ നിരക്ക് കുറഞ്ഞത്. ടുണീഷ്യയിൽ ലോക്ഡൌണിനെതിരെ പ്രതിഷേധം. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. നിരവധി പേർ അറസ്റ്റിൽ.
ഇന്തോനേഷ്യയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 81ആയി. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിയ ആളുകൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. 250-ലേറെ ആളുകൾക്ക് ദുരന്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. ജൂലൈയോടെ ഫ്രഞ്ച് മരുന്ന് നിർമ്മാതാക്കളായ വാൽനവിയുടെ കോവിഡ് വാക്സിൻ ബ്രിട്ടനിൽ വിതരണം ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കമ്പനി. 60 മില്യൺ ഡോസ് വാക്സിൻ ലഭ്യമാക്കും. വാക്സിന്റെ 2 ഡോസുകളാണ് ഉപയോഗിക്കേണ്ടത്. ചൈനയുടെ സിനോവാക്കിനും ബ്രിട്ടന്റെ അസ്ട്രാസെനേക്കയുടെയും കോവിഡ് വാക്സിനും അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകി ബ്രസീൽ. സിനോവാക്കിന്റെ വാക്സിനേഷൻ ആരംഭിച്ചു. പ്രതിദിനം 10 ലക്ഷം ആളുകളിൽ കോവിഡ് വാക്സിനേഷൻ നടത്തുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യമന്ത്രി എഡ്വാർഡോ പസൌലോ. ഫൈസർ ബയോഎൻടെക്കിന്റെ വാക്സിനായി കരാറിലേർപ്പെട്ട് ലെബനൻ സർക്കാർ. 2.1 മില്യൺ ഡോസ് വാക്സിനായാണ് കരാറിൽ ഏർപ്പെട്ടത്. ആദ്യ ബാച്ച് വാക്സിനുകൾ ഫെബ്രുവരിയോടെ രാജ്യത്തെത്തും. അസ്ട്രാസെനേക്കയുമായും സിനോഫാമുമായും ലെബനൻ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയെ അറസ്റ്റ് ചെയ്ത് പോലീസ്. ജർമ്മനിയിൽ നിന്ന് മോസ്കോ വിമാനത്താവളത്തിൽ എത്തിയതിനു പിന്നാലെയാണ് അറസ്റ്റ്. റഷ്യൻ നടപടിക്കെതിരെ പ്രതിഷേധവുമായി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രംഗത്ത്. വിഷബാധയേറ്റതിനെ തുടർന്ന് ജർമ്മനിയിൽ ചികിത്സയിലായിരുന്നു അലക്സി നവൽനി. പുതിയ ചരിത്രം തീർത്ത് ഫ്രഞ്ച് ബൈക്ക് പർവ്വതാരോഹകനും ചാമ്പ്യനുമായ ഒറേലിയൻ ഫോണ്ടോനോയി. പാരീസിലെ 140 മീറ്റർ ഉയരമുള്ള ഓഫീസ് ബിൽഡിംഗിന്റെ ഏറ്റവും മുകളിലേക്ക് ഫോണ്ടോനോയി എത്തിയത് സൈക്കിൾ. ഹോളിവുഡ് മ്യൂസിക് പ്രൊഡ്യൂസർ ഫിൽ സ്പെക്ടർ കോവിഡ് ബാധിച്ചു മരിച്ചു. 81 വയസ്സായിരുന്നു. ഹോളിവുഡ് താരം ലാന ക്ലാർക്സന്റെ കൊലപാതകത്തിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ പാർപ്പിടങ്ങൾ നിർമ്മിക്കാനുള്ള തീരുമാനത്തിന് അംഗീകാരം നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. ജൂത കുടിയേറ്റക്കാർക്കായി പ്രദേശത്ത് നിർമ്മിക്കുന്നത് 780 വീടുകൾ. ഫ്രാൻസിന്റെ ആരോപണങ്ങൾ തള്ളി ഇറാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ജാവേദ് സരീഫ്. ഇറാൻ അണ്വായുധങ്ങൾ വിപുലീകരിക്കുന്നു എന്ന ഫ്രാൻസിന്റെ വാദം തെറ്റെന്ന് ജാവേദ് സരീഫ്. ഫ്രാൻസിന്റെ പ്രസ്താവന ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ പ്രവർത്തനങ്ങളിൽ ലോകരാജ്യങ്ങളുടെ ഇടപെടൽ കുറഞ്ഞെന്ന വിമർശനവുമായി ഐക്യരാഷ്ട്രസഭ. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിൽ വീഴ്ച സംഭവിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തൽ. വെള്ളപ്പൊക്കം, വരൾച്ച തുടങ്ങിയ ദുരന്തങ്ങൾ നേരിടാൻ കൂടുതൽ പ്രതിരോധ മാർഗങ്ങൾ കണ്ടെത്തണമെന്നും UN. തുർക്കി തീരത്ത് റഷ്യൻ ചരക്ക് കപ്പൽ മുങ്ങി 4 പേർ മരിച്ചു. കനത്ത മഴയെ തുടർന്നാണ് കപ്പൽ അപകടത്തിൽപ്പെട്ടത്. 6 പേരെ തുർക്കി കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. 2 ദിവസമായി സുഡാനിൽ തുടരുന്ന സംഘർഷങ്ങളിൽ 80 പേർ കൊല്ലപ്പെട്ടെന്ന് അധികൃതർ. ഡാർഫർ മേഖലയിൽ അറബികളും അല്ലാത്തവരും തമ്മിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളാണ് സംഘർഷത്തിന് കാരണം. സമാധാന ചർച്ചകൾ നടന്നെങ്കിലും ഫലം കണ്ടില്ല. മധ്യ ആഫ്രിക്കയിലെ ബംഗാസോയുടെ നിയന്ത്രണം വിമത സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്ത് ഐക്യരാഷ്ട്ര സംഘടനയുടെ സമാധാന സമിതി. സർക്കാർ വിരുദ്ധ സംഘമാണ് നഗരത്തിന്റെ ഭരണം പിടിച്ചെടുത്തിരുന്നത്. പ്രദേശത്ത് നിന്ന് പലായനം ചെയ്ത കുടുംബങ്ങൾ വീടുകളിലേക്ക് മടങ്ങുന്നു. സാംസങ് ഇലക്ട്രോണിക്സ് വൈസ് ചെയർമാൻ ലീ ജെങ് യോഗിന് 2.5 വർഷം ജയിൽ ശിക്ഷ. നടപടി സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ദക്ഷിണ കൊറിയയിലെ സിയൂൾ ഹൈക്കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഇറാഖിൽ ബോംബ് സ്ഫോടനത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. സ്ഫോടനമുണ്ടായത് മൊസ്യൂളിന് സമീപം. ആക്രമണത്തിന് പിന്നിൽ IS എന്ന ഇറാഖ് സൈന്യം. കോവിഡ് വ്യാപനം നിയന്ത്രിക്കാൻ ഒമാൻ കരാതിർത്തികൾ അടയ്ക്കാൻ സുപ്രീം കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനം. ഇന്ന് വൈകിട്ട് 6 മുതൽ അതിർത്തികൾ അടയ്ക്കും. ഒരാഴ്ചയ്ക്ക് ശേഷം സാഹചര്യം വിലയിരുത്തി തീരുമാനം പുനഃപരിശോധിക്കുമെന്നും സുപ്രീം കമ്മിറ്റി. ബ്രിസ്ബെയിൻ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് 328 റൺസ് വിജയലക്ഷ്യം. രണ്ടാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 294 റൺസിന് പുറത്ത്. മുഹമ്മദ് സിറാജിന് 5 വിക്കറ്റ്. സ്പാനിഷ് സൂപ്പർ കപ്പ് കലാശപ്പോരിൽ കരുത്തരായ ബാഴ്സലോണയെ അട്ടിമറിച്ച് അത്ലറ്റിക് ബിൽബാവോയ്ക്ക് കിരീടം. ഫൈനലിലെ വിജയം 2-നെതിരെ 3 ഗോളിന്. അത്ലറ്റിക് ബിൽബാവോയുടെ വിജയ ഗോൾ പിറന്നത് എക്സ്ട്രാ ടൈമിൽ. ISL ഇന്ന് ചെന്നൈയിൻ FC ഈസ്റ്റ് ബംഗാളിനെ നേരിടും. മത്സരം രാത്രി 7:30 ഗോവ GMC സ്റ്റേഡിയത്തിൽ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി ടോട്ടനം ടീമുകൾക്ക് തകർപ്പൻ ജയം. മാഞ്ചസ്റ്റർ സിറ്റി എതിരില്ലാത്ത 4 ഗോളിന് ക്രിസ്റ്റൽ പാലസിനെ തോൽപ്പിച്ചു. ഷെഫീൽഡ് യുണൈറ്റഡിനെതിരെ ടോട്ടനത്തിന്റെ ജയം 1-നെതിരെ 3 ഗോളിന്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലിവർപൂൾ പോരാട്ടം സമനിലയിൽ.
ഇറ്റാലിയൻ ലീഗിൽ യുവന്റസിനെതിരെ ഇന്റർ മിലാന് വിജയം മറുപടിയില്ലാത്ത 2 ഗോളിന്. ലീഗിലെ മറ്റൊരു മത്സരത്തിൽ ഫിയറന്റിന FC എതിരില്ലാത്ത 6 ഗോളുകൾക്ക് തകർത്ത് നപ്പോളി. ടോക്കിയോ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ 6000 കായിക താരങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുമെന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി. കോവിഡ് വ്യാപനം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായും സംഘാടകർ. 200 രാജ്യങ്ങളിൽ നിന്നായി 18000 കായിക താരങ്ങൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കും. നോക്കാം ജില്ലാ വാർത്തകൾ. CPI മുൻ സംസ്ഥാന സെക്രട്ടറി വെളിയം ഭാർഗവന്റെ ഭാര്യ സുനീതി ടീച്ചർ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം വൈകിട്ട് 4-ന് തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ നടക്കും. തിരുവനന്തപുരം ചിറയൻകീഴിൽ കായലിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. വഴുതക്കാട് സ്വദേശി വിഘ്നേഷ് ആകാശാണ് മരിച്ചത്. അപകടം സുഹൃത്തുക്കളുമായി കായലിൽ കുളിക്കുമ്പോൾ. തിരുവനന്തപുരം കുര്യാത്തി സബ് ഡിവിഷൻ പരിധിയിൽ നാളെ രാവിലെ 8 മുതൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടും. നടപടി വെള്ളായണി ജലശുദ്ധീകരണശാലയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതുകൊണ്ട് വെങ്ങാനൂർ, കല്ലിയൂർ പഞ്ചായത്തുകളിലും കുടിവെള്ള വിതരണം പൂർണ്ണമായും തടസ്സപ്പെടും. കൊല്ലം ജില്ലയിലെ 4 പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ 53.8 കോടി രൂപയുടെ പദ്ധതികൾ. കുണ്ട്ര നിയോജക മണ്ഡലത്തിലെ പെരിനാട്, കൊല്ലത്തെ തൃക്കരുവ, പനയം, കുന്നത്തൂരിലെ മൺറോത്തുരുത്ത് പഞ്ചായത്തുകളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനാണ് 53.8 കോടി രൂപ അനുവദിച്ചത്. കൊല്ലം ചാത്തന്നൂരിൽ കാറുകൾ കൂട്ടിയിടിച്ചു. 3 പേർക്ക് പരിക്ക്. കായംകുളത്ത് നിന്ന് വർക്കലയ്ക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിന് സമീപം കൃഷിവകുപ്പിന്റെ ഭൂമി കയ്യേറുന്നതായി പരാതി. കയ്യേറിയ ഭൂമിയിൽ അനധികൃത റോഡ് നിർമ്മാണം ഉൾപ്പെടെയുള്ളവ നടക്കുന്നതായി ആരോപണം. കൃഷിവകുപ്പും റവന്യൂ വകുപ്പും നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ. ആലപ്പുഴ മാന്നാറിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. 1 കിലോമീറ്ററിനുള്ളിൽ 3 സിഗ്നൽ സംവിധാനം സ്ഥാപിച്ചിട്ടും പ്രശ്നത്തിന് പരിഹാരമില്ല. ഏറ്റവും കൂടുതൽ ഗതാഗത പ്രശ്നമുണ്ടാകുന്നത് പരുമലക്കടവിൽ. ആലപ്പുഴ കയർ മ്യൂസിയങ്ങളുടെ നവീകരണം അവസാന ഘട്ടത്തിൽ. പദ്ധതി നടപ്പിലാക്കുന്നത് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ. നിർമ്മാണം 5.42 കോടി രൂപ ചെലവിൽ. ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളിൽ സന്ദർശനം നടത്തിയത് 37,248 പേർ. പ്രവേശന പാസ് വരുമാനമായി ഫെഡറൽ ടൂറിസം വിഭാഗത്തിന് ലഭിച്ചത് 15 ലക്ഷം രൂപ. അണക്കെട്ട് സന്ദർശിക്കുന്നതിന് കഴിഞ്ഞ മാസം 24 നൽകിയ അനുമതി ഇന്നലെ അവസാനിച്ചു. ഇടുക്കി ജില്ലയിലെ 72 കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കാതായിട്ട് 10 ദിവസം. ആലടിക്കുന്ന് ആറക്കൽ ഭാഗത്താണ് കുടിവെള്ളക്ഷാമം. ജലവിതരണം തടസ്സപ്പെട്ടത് മോട്ടോറും പാനൽ ബോർഡും കത്തി നശിച്ചതിനെ തുടർന്ന്. തകരാർ പരിഹരിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ. തൊടുപുഴ നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കം. ആദ്യഘട്ടത്തിൽ ആരംഭിച്ചത് കാഞ്ഞിരമറ്റം ജംഗ്ഷനിലെ കലിങ്കിന്റെ പുനർനിർമ്മാണം. നിലവിലെ കലിങ്ക് പൊളിച്ചു നീക്കിയാണ് പുതിയ കലിങ്ക് നിർമ്മിക്കുന്നത്. എറണാകുളത്ത് മാനസിക വൈകല്യങ്ങളോടെ കഴിയുന്ന കുടുംബത്തിന് സഹായവുമായി തൃക്കാക്കര പ്രാഥമികാരോഗ്യ കേന്ദ്രം പാലിയേറ്റീവ് പ്രവർത്തകർ. പാറക്കണ്ടത്തിൽ ശിവാനിയുടെ വീടും പരിസരവും പാലിയേറ്റീവ് പ്രവർത്തകർ ശുചീകരിച്ചു. ആശാവർക്കർമാരും പാലിയേറ്റീവ് പ്രവർത്തകരും അടങ്ങുന്ന സംഘം ശുചീകരണത്തിന് നേതൃത്വം നൽകി. എറണാകുളത്ത് എഴുത്തുകാരി ശ്രീകല മോഹൻദാസിന്റെ കവിതാ സമാഹാരം മഴയുടെ സംഗീതം പ്രകാശനം നടന്നു. രാജീവ് വാലിങ്കൽ കൊച്ചി മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാറിന് നൽകി പ്രകാശനം നിർവഹിച്ചു. എറണാകുളം പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം. നിർമ്മാണം പൂർത്തീകരിച്ചത് MLA VD സതീശന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1.45 കോടി രൂപ ചെലവിൽ. ഉദ്ഘാടനം നിർവഹിച്ച് VD സതീശൻ MLA. എറണാകുളത്ത് നിർധന വിദ്യാർത്ഥികൾക്ക് സൗജന്യ സിവിൽ സർവീസ് പരിശീലനത്തിന് തുടക്കം. 1 സ്കൂൾ 1 IAS പദ്ധതിക്ക് നേതൃത്വം നൽകി വേദിക് എഡ്യൂക്കേറ്റ് ഫൗണ്ടേഷൻ. കൊച്ചി നടന്ന ചടങ്ങ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. 10 വിദ്യാർത്ഥികളെ നടി മഞ്ജു വാര്യർ സ്പോൺസർ ചെയ്യും. തൃശൂർ കുതിരാൻ തുരങ്കമുഖത്തെ കോൺക്രീറ്റ് ഭിത്തി പാറ വീണ് തകർന്നു. അപകടം. തുരങ്കമുഖത്തെ മണ്ണ് നീക്കുന്നതിനിടെ പാറ ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുകയായിരുന്നു. സ്ഥലം സന്ദർശിച്ച് TN പ്രതാപൻ MP. മലപ്പുറം തിരൂരിൽ നഗരാസൂത്രണ പദ്ധതി പുതുക്കുന്നതിന്റെ ഭാഗമായി സർവേ നടപടികൾ തുടങ്ങി. സർവേക്ക് നേതൃത്വം നൽകി ജില്ലാ അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ K അനിൽ. നിലവിലുള്ളത് 1972 സ്കീം. മലപ്പുറം ജില്ലയിലെ തവനൂർ പഞ്ചായത്തിലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന് ഉദ്ഘാടനം നടന്നു. ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ച മന്ത്രി P തിലോത്തമൻ. തവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP നസീറ ആദ്യ വിൽപ്പന നടത്തി. മലപ്പുറത്ത് 1/2 കോടി രൂപ വിലമതിക്കുന്ന കഞ്ചാവ് പിടികൂടി. തിരൂർ കൂട്ടുകല്ലിങ്കൽ ഭാഗത്തു നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. ലോഡ്ജിലും വാഹനത്തിലും ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. മലപ്പുറം പുറക്കത്താണ് സ്വദേശി ഇബ്രാഹിം കസ്റ്റഡിയിൽ. കഞ്ചാവിന്റെ മൊത്ത വിതരണക്കാരനാണെന്ന് പോലീസ്.
മലപ്പുറം പരപ്പനങ്ങാടിൽ യുവാവ് ട്രെയിൻ തട്ടി മരിച്ചു. ചിറമംഗലം സ്വദേശി നിതിലേഷാണ് മരിച്ചത്. അപകടം ചിറമംഗലം റെയിൽവേ ഗേറ്റിന് സമീപം. മലപ്പുറം പൊന്നാനിയിൽ പുഴയിൽ നിന്ന് കരിമീൻ കുഞ്ഞുങ്ങളെ പിടിച്ചെടുത്ത് ഓക്സിജൻ നിറച്ച പാക്കറ്റുകളാക്കി കടത്തുന്ന സംഘം പിടിയിൽ. അറസ്റ്റിലായത് വെളിയങ്കോട് സ്വദേശികളായ മച്ചിങ്ങൽ അഷ്റഫ്, കമറു എന്നിവർ. ഫിഷറീസ് സംഘത്തിന്റെ പട്രോളിംഗിനിടെയാണ് സംഘം പിടിയിലായത്. മലപ്പുറം എടവണ്ണയിൽ ഫർണിച്ചർ നിർമ്മാണശാലയിൽ തീപിടുത്തം. മര ഉരുപ്പടികളും യന്ത്ര സാമഗ്രികളും കത്തിനശിച്ചു. കുന്നുമല്ലിലെ ലംഘ ഫർണിച്ചറാണ് കത്തിനശിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സ്കൈ വാക്ക് പദ്ധതിക്ക് തുക കണ്ടെത്തണമെന്ന അധികൃതർ. കാഷ്വാലിറ്റി കം സൂപ്പർ സ്പെഷ്യാലിറ്റി കോംപ്ലക്സിൽ നിന്ന് നിലവിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിനെ ബന്ധിപ്പിക്കുന്നതാണ് സ്കൈ വാക്ക്. മന്ത്രി ടി പി രാമകൃഷ്ണന്റെ ഇടപെടലിനെ തുടർന്ന് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് 1 കോടി രൂപ നൽകിയിരുന്നു. കോഴിക്കോട് അപകടത്തിൽപ്പെട്ട കാർ കത്തിനശിച്ചു. നരിക്കുനി മടവൂർ മുക്കിൽ തെങ്ങിലിടിച്ച കാറിന് തീപിടിക്കുകയായിരുന്നു. അപകടത്തിൽ കാർ പൂർണ്ണമായും കത്തിനശിച്ചു. നരിക്കുനിയിൽ നിന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു. കോഴിക്കോട് കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് പി.ടി. റഹീം എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. മണ്ഡലത്തിൽ 100 ദിനം 100 പ്രവർത്തികൾ പദ്ധതിയിൽപ്പെടുത്തിയാണ് റോഡ് ഗതാഗതയോഗ്യമാക്കിയത്. തൊണ്ടാർ ഡാം പദ്ധതി ഞങ്ങൾക്ക് വേണ്ട എന്ന മുദ്രാവാക്യം ഉയർത്തി വയനാട് ജില്ലയിലെ തൊണ്ടർനാട് പഞ്ചായത്തിലെ കുടുംബങ്ങൾ. 10ഓളം ആക്ഷൻ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സമരം. വയനാടിന്റെ ആവാസ വ്യവസ്ഥ തകർത്ത് അണകെട്ടാൻ അനുവദിക്കില്ലെന്ന് പ്രവർത്തകർ. വയനാട് ജില്ലയിലെ പഴശ്ശി പാർക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ. നവീകരണം നടത്തുന്നത് ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ 2 കോടി രൂപ ചെലവഴിച്ച്. രാവിലെ 9 മുതൽ രാത്രി 9 വരെ പാർക്കിലേക്ക് സഞ്ചാരികളെ പ്രവേശിപ്പിക്കാനാണ് ആലോചന. കണ്ണൂർ മട്ടന്നൂരിൽ കഞ്ചാവുമായി ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് ഉളിക്കൽ സ്വദേശി ബോബിൻ മാത്യു. ഇയാളിൽ നിന്ന് 1.5 കിലോ കഞ്ചാവ് പിടികൂടി. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കാർഗോ സർവീസ് ഉടൻ ആരംഭിക്കും. സർവീസ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കിയാൽ എം.ഡി. തുളസീദാസിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. കാർഗോ സർവീസിനുള്ള ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ റെഗുലേറ്റഡ് ഏജൻസി അംഗീകാരം കണ്ണൂർ വിമാനത്താവളത്തിന് ലഭിച്ചിരുന്നു. കണ്ണൂർ തലശ്ശേരി തിരുവങ്ങാട് ക്ഷേത്രക്കുളത്തിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. 60 വയസ്സ് പ്രായം തോന്നിക്കുന്ന മൃതദേഹമാണ് കണ്ടെത്തിയത്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. വീണ്ടും 100 ന്യൂസിലേക്ക് എന്റർടൈൻമെന്റ് ന്യൂസ്. ആന്റണി വർഗീസിനെ നായകനാക്കി ചിന്നു പാപ്പച്ചൻ സംവിധാനം ചെയ്യുന്ന ചിത്രം അജഗജാന്തരം റിലീസിനൊരുങ്ങുന്നു. ചിത്രത്തിന്റെ ടൈറ്റിൽ ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന ചിത്രത്തിന് ശേഷം ഇരുവരും ഒന്നിക്കുന്ന ചിത്രമാണിത്. അർജുന അശോകനും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഫീൻഡ് ഹ്രസ്വ ചിത്രം ശ്രദ്ധേയമാകുന്നു. ടെൻസൻ ജെറാൾഡാണ് ചിത്രത്തിന്റെ സംവിധാനം. തിരുവനന്തപുരത്തെ തീരദേശ നിവാസികളായ ഒരു കൂട്ടം യുവാക്കളാണ് ചിത്രത്തിന്റെ അണിയറയിൽ. കനി കുസൃതി ചിത്രം റിലീസ് ചെയ്തു. ഫാക്ട് ചെക്ക്. ഡൽഹിയിലെ കർഷക സമരത്തെ പിന്തുണച്ച് കൊക്കക്കോള കമ്പനി ബോട്ടിലുകൾ പുറത്തിറക്കിയെന്ന് വ്യാജ പ്രചാരണം. കർഷകരെ പിന്തുണയ്ക്കാൻ കൊക്കക്കോള കഴിക്കുമെന്ന ലേബലിലാണ് ചിത്രം പ്രചരിക്കുന്നത്. എന്നാൽ വാർത്ത നിഷേധിച്ച് കൊക്കക്കോള കമ്പനി അധികൃതർ തന്നെ രംഗത്തെത്തി. US വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് വ്യാജ പ്രചാരണം. ജോ ബൈഡൻ വൈസ് പ്രസിഡന്റായിരിക്കെയുള്ള ചിത്രങ്ങളാണ് തെറ്റായി പ്രചരിക്കുന്നത്. 2016 ചിത്രങ്ങളാണ് ഇത്. ഹൈദരാബാദിലെ ഫ്ളൈ ഓവറിൽ ഓയിൽ ടാങ്ക് പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായെന്ന പ്രചാരണം വ്യാജം. വാർത്തയുടെ സത്യാവസ്ഥയിലേക്ക്. ഹൈദരാബാദിലെ ഗാച്ചിബൌലി ഫ്ളൈ ഓവറിൽ ഓയിൽ ടാങ്കിന് തീപിടിച്ച് പൊട്ടിത്തെറിച്ചെന്ന കുറിപ്പോടെയാണ് ഈ ദൃശ്യം പ്രചരിക്കുന്നത്. 25 സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ ദൃശ്യത്തിൽ വാഹനത്തിന് തീപിടിക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതും വ്യക്തമായി കാണാം. കാണുന്നവരിൽ ഭീതി ജനിപ്പിക്കുന്ന ഈ ചിത്രം ഹൈദരാബാദിൽ നിന്നുള്ളതല്ല എന്നതാണ് വസ്തുത. പൂനെയിലെ വാർജെ പാലത്തിൽ 1 മാസം മുമ്പ് നടന്ന അപകടമാണ് തെറ്റായ കുറിപ്പോടെ പ്രചരിക്കുന്നത്. കുറിപ്പിൽ പറയുന്നത് പോലെ ഓയിൽ ടാങ്കറിന് തീപിടിച്ച ദൃശ്യങ്ങളല്ല ഈ കാണുന്നത്. ആഹാര സാധനങ്ങൾ അടങ്ങിയ ഒരു ട്രക്കാണ് അപകടത്തിൽപ്പെട്ടത്. തീ പടർന്നപ്പോൾ തന്നെ ട്രക്ക് ഡ്രൈവർ പുറത്തിറങ്ങി ഓടിയതിനാൽ ആളപായം ഉണ്ടായില്ല. 2020 ഡിസംബർ 5 നടന്ന സംഭവം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് വാർത്തകളും പുറത്തു വന്നിരുന്നു. വീഡിയോ വ്യാപകമായി പ്രചരിച്ചു തുടങ്ങിയതോടെ ദൃശ്യങ്ങൾ വ്യാജമാണെന്ന് സ്ഥിരീകരിച്ച് ഹൈദരാബാദ് ട്രാഫിക് പോലീസ് ട്വിറ്ററിലൂടെ രംഗത്തു വന്നു. ഇപ്പോൾ കിട്ടിയത് വെബ് സീരീസ് താണ്ഡവിന്റെ സംപ്രേഷണം തടയണമെന്ന് മധ്യപ്രദേശ് മന്ത്രി വിശ്വാസ് സാരംഗ്. ഇക്കാര്യം ആവശ്യപ്പെട്ട് വിശ്വാസ് സാരംഗ് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കത്തയച്ചു. വെബ് സീരീസിന്റെ ഉള്ളടക്കം ഹിന്ദു ദൈവങ്ങളെ അപമാനിക്കുന്നതാണ് എന്നാണ് ആരോപണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. നന്ദിഗ്രാമിൽ നിന്നാകും മത്സരിക്കുക.
ഉത്തരേന്ത്യയിൽ ശൈത്യതരംഗ ജാഗ്രത ഈ മാസം 22 വരെ നീട്ടി. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ്. പകലിൽ ചൂട് കൂടുമെന്നും രാത്രിയിൽ കുറയുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. നേപ്പാളിൽ 3 പേരിൽ ജനിതകമാറ്റമെന്ന കൊറോണ വൈറസ് സാന്നിധ്യം. രോഗബാധ സ്ഥിരീകരിച്ചത് 28 വയസ്സായ യുവതിക്കും 67 വയസ്സുള്ള വ്യക്തിക്കും 32 വയസ്സുള്ള യുവാവിനും. മൂവരും UK-യിൽ നിന്നാണ് എത്തിയതെന്ന് നേപ്പാൾ സർക്കാർ. ട്രാക്ടർ റാലി നടത്താൻ ഭരണഘടനാപരമായ അവകാശമുണ്ടെന്ന് കർഷക നേതാക്കൾ. റിപ്പബ്ലിക് ദിനത്തിൽ സമാധാനപരമായി റാലി നടത്തും. ആയിരങ്ങൾ പങ്കെടുക്കുമെന്നും ഭാരതീയ കിസാൻ യൂണിയൻ പഞ്ചാബ് ജനറൽ സെക്രട്ടറി പരംജിത് സിംഗ് മാധ്യമങ്ങളോട്. അടുത്ത 100 ന്യൂസ് 5:00.